ഹായ് ഫ്രണ്ട്സ്, പാലം മനസ്സിലായോ? നേര്യമംഗലം പാലം. അതും 1935 ഉണ്ടാക്കിയ പാലമാണ്. സ്ട്രോങ് ആണ് അവൻ. ഈ പാലം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എങ്ങാണ് പോണേന്ന്. അതെ, മൂന്നാറിലേക്ക് തന്നെയാണ്. നല്ല നല്ല ഭക്ഷണങ്ങളും നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് വരാം. അപ്പോൾ ഈ പ്രാവശ്യം ഫാമിലി ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ കൊറോണയൊക്കെ ബാധിച്ച് കുറേ നാളായിട്ട് പുറത്തേക്ക് പോകാനിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് സാമൂഹിക അകലം പാലിച്ചും മാസ്കും സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഭംഗിയായിട്ട് പോയിരാം. അവിടെ ഒന്നും കുഴപ്പമില്ല എന്നാണ് അവിടുത്തെ അറിവ്. അപ്പോൾ പോവല്ലേ? കമോൺ കമോൺ. നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ഏറ്റവും ആദ്യം ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മൂന്നാറിലേക്കായിരിക്കും. മൂന്നാർ കണ്ട് എല്ലാ സ്ഥലവും കണ്ടും മടുത്തത്. ഇനി മൂന്നാറിലേക്ക് ഇല്ലെന്ന് നമ്മൾ ശബ്ദം ചെയ്ത് വന്നാലും വീണ്ടും നമ്മൾ മൂന്നാറിലേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര വശീകരണ ശക്തിയാണ് ഈ മൂന്നാറിന്. ഇത് മൂന്നാറിലേക്ക് പോകുമ്പോൾ ചീയപ്പാറ ഡാം കൂടെ കാണണം അല്ലേ? അത് കണ്ട് അനുഗ്രഹം മേടിച്ച് പോകുന്ന പോലെയാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ അങ്ങനെ സാധാരണ നല്ല തിരക്കുള്ള സ്ഥലമാണിത്. പക്ഷെ കാര്യമായി തിരക്കൊന്നുണ്ടായില്ല. അത്യാവശ്യം കുറച്ച് തിരക്കുകൾ, ഫോട്ടോ എടുക്കാനുള്ളതായിട്ടുള്ള തിരക്കുകൾ മാത്രമേ ഇവിടെ കണ്ടുള്ളൂ. അവിടെയും പതുക്കെ വണ്ടി സ്ലോ ആക്കി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയി. എന്നിട്ട് എല്ലാവരും കണ്ടതാണ്, ഇനി ഇവിടെ തിരക്കാക്കണ്ടല്ലോ എന്ന രീതിയിൽ അങ്ങോട്ട് പോവാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്, നിങ്ങൾ നല്ല കമൻറ്റുകൾ നമുക്ക് ചെയ്യണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ടെൻഷൻ അടിച്ചൊരു സ്ഥലമാണ് അടുത്ത ഇരവികുളം നാഷണൽ പാർക്ക്. ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, വന്നവർക്കൊക്കെ അറിയാം. അതിനാൽ നേരത്തെ ഇതും കഴിഞ്ഞ് പോകണമെന്ന് നിങ്ങൾ ഐഡിയ ഇട്ട് വന്നാണെങ്കിൽ പോലും ഞങ്ങൾ കുറച്ച് താമസിച്ച് പോയി ടെൻഷനിലായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും തിരക്കില്ല, കാരണം വലിയ വണ്ടികളൊന്നുമില്ല. ആകെ ഉള്ളത് ഈ ടെമ്പോ ട്രാവലർക്ക് വണ്ടികൾ മാത്രമേ ഉള്ളൂ, ചുരുക്കം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. മലയാളികളെ കൂടുതലുള്ളൂ, പുറത്തുനിന്ന് ആൾക്കാർ ആരുമില്ല. കൊറോണയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അതും കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് നമ്മൾ പോയി. അങ്ങനെ വന്ന് ഇപ്പോൾ മറയൂർ റൂട്ടിലേക്ക് കടന്നേക്കുവാണ്. മറയൂരിൽ കുറച്ച് കിടന്നപ്പോൾ ഒരു അടിപൊളി ഒരു അമ്പലം കണ്ട്. വേണ്ട നോക്കി, ഇരുപത്തൊന്ന് പടിയുണ്ട് അമ്പലത്തിന്. എങ്ങനെയുണ്ട്? മാരിയമ്മൻ ടെമ്പിൾ കൊള്ളാലേ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു അടിപൊളി വെള്ളച്ചാട്ടവും കണ്ട്. അപ്പോൾ അംഗവും കാണാം, താളിയും മുടിക്കാം. കാര്യം ചെറിയൊരു വെള്ളച്ചാട്ടമാണെങ്കിലും നമ്മൾ സാധാരണ വരുമ്പോൾ ഇതൊക്കെ ഉണങ്ങിക്കിടക്കുമായിരിക്കും. കാരണം ഇതിപ്പോൾ ഓഗസ്റ്റ് ഒക്കെ മാസമായതുകൊണ്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ആക്റ്റീവാണ്. ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഈ റോഡിലുണ്ട് കേട്ടോ. താഴത്തേക്ക് ഇറങ്ങാൻ നിർബന്ധിച്ചിട്ട് ഉമ്മ താഴത്തേക്ക് ഇറങ്ങില്ല. മുട്ടിന് വേദനയുണ്ട്, അതുകൊണ്ട് ഉമ്മ പറഞ്ഞു ഇനിയുള്ള ടൂറ് മൂഡ് ഓഫോ, അതുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. യാത്രകളിൽ ചെറിയ വിഷമം വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ നുറുക്കൊക്കെ തിന്നാം അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നുറുക്ക് അടിപൊളിയായിരുന്നു. നുറുക്കൊക്കെ തിന്ന് പഠിക്കാം. ഞാനുണ്ട് കഴിക്കുന്നത്. തീർക്കോളേ, ഒട്ടും വിഷമില്ലാത്ത ആൾക്കാരാട്ടോ. എന്നാലും വണ്ടിയിൽ സ്നാക്സ് വാങ്ങിച്ചപ്പോൾ തുടങ്ങിയ ഇടങ്ങേറാണ്. തന്നെയുള്ള അങ്ങനെ പതുക്കെ നച്ചിവേൽ ഫോറസ്റ്റിലേക്ക് കടന്നു. അതിനകത്ത് ചന്ദനമരങ്ങളും അങ്ങനെ പലതും ഇതിനകത്തുണ്ട്. ഞങ്ങളവിടെ കാര്യമായിട്ട് ഇറങ്ങാൻ നിന്നില്ല, കണ്ട കാഴ്ചയിലായതുകൊണ്ട് പതുക്കെ സൈഡിൽ വ്യൂ കൊടുത്ത് ഞങ്ങൾ പതുക്കെയാണ് നീങ്ങി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ലോകപ്രശസ്തമാണ് നമ്മുടെ മറയൂരിലെ ചന്ദനമരങ്ങൾ. അങ്ങനെ ഞങ്ങൾ മറയൂർ ടൗണിലെത്തി. മറയൂർ ടൗണിൽ നിന്നുള്ള അടുത്ത സ്ഥലത്തേക്ക് പോകണം. കാണുന്നവർക്ക് മറയൂർ ടച്ച് ചെയ്തല്ലേ പോണത്. അതിൻ്റെ അത്യാവശ്യം എല്ലാം കിട്ടുന്ന ഒരു ചെറിയൊരു ടൗണാണ്. അങ്ങനെ മറയൂർ കഴിഞ്ഞ് കാന്തല്ലൂർ ചെക്ക് പോസ്റ്റിന് ലെഫ്റ്റ് പാമ്പന്മാർ റൂട്ടിലൊക്കെയാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഇന്ന് കിടക്കാൻ പോകുന്നത് ദേവത ഹോം സ്റ്റേ. ഇങ്ങനെ മല ഇങ്ങനെ മൂടിക്കിടക്കണം മഞ്ഞുകൊണ്ട്. എന്നാലും ചെറുതായിട്ട് വെട്ടം ഒന്ന് കുറഞ്ഞു. മഴ വരുമോ എന്ന് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ.
തനി നാടൻ ഗ്രാമീണ പ്രദേശം. അത് കഴിഞ്ഞ് നേരെ ചെറിയൊരു അത്ര ഓഫ് റോഡല്ല, ചെറിയ റോഡിലേക്കാണ് കിടക്കുന്നത്. ഇതിൻ്റെ അറ്റത്താണ് നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം. ഇത് ചെറിയൊരു പാലം, രണ്ട് സൈഡിലും വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. നല്ല ഒരു വെള്ളം വീണ സൗണ്ട് ഉണ്ടാവും. അതായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന വെള്ളച്ചാട്ടം തോന്നുന്നു. നേരെ വണ്ടി ചെറിയ ആരുതിയല്ലേ. അങ്ങനെ ഹോം സ്റ്റേയുടെ മുമ്പിൽ മിസ്റ്റർ സെബി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇറങ്ങി എടുത്തു. നല്ല രസമുണ്ട്, നല്ല ആംബിയൻസ്. നേരെ ഇതേ കിടക്കുന്ന ഒരു കാളവണ്ടി, ഒരു ചെറിയ ഹട്ട്, നടക്ക് തീടാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കണ്ടപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി. ഇനി എല്ലാവരും ആദ്യം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന സാധനമായിരിക്കും ബാത്റൂമും കിടപ്പുമുറി. തരക്കേടില്ലാത്ത നല്ല കിടപ്പുമുറി. ഇനി ബാത്റൂം കുഴപ്പമില്ല, നല്ല നീറ്റായിട്ടുള്ള ബാത്റൂം. 2 റൂം കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. നടുക്കൊരു ചെറിയൊരു ലിവിങ് റൂം, കേബിൾ ടി വി ഒക്കെ ഉണ്ട്. പിന്നെ പുറയിലൊരു നല്ലൊരു കിച്ചണും. ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 3.5 ഏക്കർ സ്ഥലത്തിലാണ്. ചുറ്റും നിൽക്കുന്നത് പൈൻ മരങ്ങളോ യൂക്കാലിപ്സോ ഒന്നുമല്ല, സിൽവർ റോക്ക് എന്നുള്ള മരമാണ്. ഇതിൻ്റെ ഇലയൊക്കെ നമ്മൾ മണത്ത് ശരിക്കും യൂക്കാലിപ്സിൻ്റെ മണമാണ്. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് മരം അതല്ലാന്ന്. സെവിയും സുഹൃത്തും കൂടി അവിടെ മാവ് പൂത്തുണ്ട്, മാങ്ങ മറിക്കാൻ കയറിയിട്ടുണ്ട്. ചുറ്റും നല്ല വൈബാട്ടോ. നല്ല അടിപൊളി ഫ്രഷ് മാങ്ങ. ആഹാ, ഇപ്പൊ ഇവിടെ ഒന്നും ഇതൊക്കെ പൂക്കുന്ന സ്ഥലമാണോ ഈ നമ്മുടെ ആപ്പിളൊക്കെ? ആപ്പിള് ഓറഞ്ച് സമയത്തല്ല അല്ലേ? ജനുവരി ഫെബ്രുവരിയിലൊക്കെ ഉള്ളേ. നിങ്ങൾ ഏത് ഇറങ്ങി? കാട്ടുപോത്തിന്റെ കാൽപ്പാടാണ്. കാട്ടുപോത്തുകളൊക്കെ ഇവിടെ വരും അല്ലേ? പിന്നെ കാട്ടുപോത്ത്, പിന്നെ ആന അപ്പുറത്ത് വന്നേക്കും. ആന ഇവിടെ വരും, സൈഡിൽ വരും. ഇവിടെ മ്ലാവ്. താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. ആ ഇറച്ചിലേക്ക് അടുത്തുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഇറച്ചിലാട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാം. അതാണ് മെയിൻ നമ്മുടെ ഇത്. അപ്പോൾ ഇതൊന്ന് കണ്ടങ്ങോട്ട് പോകാന്നുള്ള ഒരു പുതുമയല്ല എങ്കിൽ പോലും എല്ലാം ഉണ്ട് കേട്ടോ ഇവരുടെ സെറ്റപ്പിൽ. നല്ല കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പൂത്തങ്ങോട്ട് ഉഷാറായിട്ട് വരും. പിന്നെ താമസിച്ചില്ല, മഴയങ്ങ് പെയ്തു. കുഴപ്പമില്ല, ഈ മഴയെ നമ്മൾ ആസ്വദിക്കണ്ടേ. ആ മഴ അവിടെ നിന്ന് ആസ്വദിച്ചു. അപ്പുറത്ത് കോടയും മഴയും. അപ്പം കോടയും മഴയും തണുപ്പും വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നല്ല ചൂടൻ കട്ടൻ ചായ അങ്ങോട്ട് സിപ്പ് ചെയ്ത് കുടിച്ചുകൊണ്ട് മഴയും തണുപ്പും ആസ്വദിച്ച് കുടിക്കുമ്പോൾ സുഖമുണ്ട്. അടിപൊളി മോനെ. മഴ ഒതുങ്ങി താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതേ വന്ന വഴിയിൽ വെള്ളം കവിഞ്ഞൊഴുകുന്നു. വാവ്, കുത്തി വലിച്ചാണ് പോണത്. ഇതിൻ്റെ മേളിലാണ് ഒരു വെള്ളച്ചാട്ടം. അതെ, നമ്മളാരും കാണാത്ത കുണ്ടക്കാട് വെള്ളച്ചാട്ടം. ഈ പ്രോപ്പർട്ടിയോട് ചേർന്നാണ് കിടക്കുന്നത്. ഇത് ഉള്ളിലേക്ക് കയറിയാണ്. അതിന് അധികം ആരും കാണാത്തതും എത്താത്ത ഒരു വെള്ളച്ചാട്ടമാണിത്. അപ്പോൾ നമുക്കൊന്ന് കയറി കാണേണ്ടത്. ആ വഴി സൈഡ് തന്നെ പോയി ഫെൻസിങ് ഉണ്ട്. അതിൽ കുനിഞ്ഞ് കയറി ആനയൊക്കെ വേണ്ട സ്ഥലമുണ്ടോ, അതിന് ഫെൻസിങ് ചുറ്റുമുണ്ട്. നേരെ കുനിഞ്ഞ് വഴി കിടക്കുകയാണ്. അപ്പോൾ ഇത് താഴത്തേക്കുള്ള വഴിയാണ് മുകളിലേക്ക്. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ മെയിൻ സ്ഥലം. കണ്ടോ, മഴ മാറി കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ഉണങ്ങി. കിടക്കണണ്ട. ഇത് കയറാൻ ഇത് പണിയെടുത്തിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് വീടെന്ന് പറയേണ്ടി വരും, ക്യാമറ അടക്കം. പിന്നെ ഒന്ന് സെവിച്ചേണ്ട കൂടി വന്ന് എല്ലാവരും വലിച്ച് കയറ്റി വന്നു. അടിപൊളി സ്ഥലം കേട്ടോ. അധികം പാദസ്പർശം ഏക്കാത്ത സ്ഥലം. അതിനാൽ ഓക്കെ. അവിടെ ശരിക്കും നല്ല വിരിഞ്ഞു വരും അല്ലേ? വിരിഞ്ഞു വരും. വെള്ളം കുറവായിരുന്നാ. അപ്പം ഇന്നലെ ആയിരുന്നെങ്കിൽ വെള്ളം കണ്ടീഷനായിട്ട് വന്നേനെ. പറയുമ്പോൾ അതെ,
അധികം ആൾക്കാർ വരാത്ത സ്ഥലം, പ്രൈവറ്റ് ആയിട്ട് ഫാമിലിക്ക് വന്ന് കുളിച്ചിട്ട് പോകാം അല്ലേ? പുറത്തുനിന്ന് ആരും ഇല്ല. അക്കൂനെ ആദ്യം കിടത്തി അങ്ങ് ടെസ്റ്റ് ചെയ്തു, അവൻ ഒളിച്ചു പോകാൻ നോക്കണ്ടേ. ഇനി നമ്മൾ അതിൻ്റെ താഴ്ത്താണ്, നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് നിന്നുള്ള വ്യൂ ആണ്. വാവ്, അടിപൊളിയല്ലേ? ശരിക്കും നമ്മൾ ഫോട്ടോ ഒക്കെ വരച്ച പോലെ ഉണ്ട്. നോക്കി, കനത്ത പച്ചപ്പും വെള്ളം ഒഴിക്കുന്ന ശൈലിയൊക്കെ. ഇവിടെ ഒന്നും ഡേഞ്ചർ ഇല്ല കേട്ടോ, വലിയ കുഴികളൊന്നും ഇല്ല. സുഖമായിട്ട് ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ കുളിക്കാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ സുലാൻ.